നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരിതയുടെയും മനോജിന്റെയും മനസ്സിൽ നിനക്ക് ആ സ്ഥാനം ഉള്ളത്. പക്ഷെ പെറ്റ വയറിന് എന്റെ മോളെ തള്ളി പറയാൻ പറ്റുമോ? ഈശ്വരാ. നിനക്കിപ്പോ ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പരമസുഖമാ. എന്താ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പുതിയ മരുന്ന് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ആരോഗ്യത്തിന് നല്ല മരുന്നാണെന്നും പറഞ്ഞ് ആ വിഷം കൊടുപ്പിക്കാൻ എന്ത് ഉത്സാഹമായിരുന്നു നിങ്ങൾക്ക്. എന്നിട്ട് എന്റെ കുഞ്ഞിനെ തൊലച്ചപ്പോ തൃപ്തിയായില്ലേ? സ്വന്തം കൂടെ പിറപ്പിന്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടിരുന്നത്, സ്നേഹിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്. നിങ്ങൾ എന്നെ കൊലച്ചത് ചെയ്യുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്ത് പറഞ്ഞ നിന്നെ വിശ്വസിപ്പിക്കേണ്ടത്? മനോജെ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ ചേച്ചി അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്നും ഞാൻ നിന്റെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. സമ്മതിച്ചിരിക്കുന്നു. പലിശക്കാരിൽ നിന്നും ഗുണ്ടകളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുത്ത മരുന്ന് കഴിച്ച കുഞ്ഞിന് ഇത് സംഭവിച്ചത്. ആ നിങ്ങൾക്ക് രക്ഷക ചമന് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളും മനുഷ്യ സ്ത്രീയല്ല, പിശാച. തേൻ പുരട്ടിയ വാക്ക് നോക്കി നടക്കുന്ന പിശാച്. രക്തമുറ്റുന്ന രാക്ഷസി. ആ രാജീവ് സാറിനെ അടക്കം എത്ര പേരെ നിങ്ങൾ കൊന്നു തൊലച്ചത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മേലിൽ ഈ മുറിക്കകത്ത് വന്നു പോരുത്. എനിക്കും എന്റെ ഭാര്യയ്ക്കും നിങ്ങളെ കാണുന്ന തന്നെ അറപ്പാണ്. മനോജ്, മനോജ്, പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങിപ്പോകാൻ. ഇറങ്ങ്. മനോജ്, മനോജ്, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടി. മനോജ്, ഞാൻ പറയട്ടെ. സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് നാളെ ദുർമരണം സംഭവിക്കും. ഇവള് തന്നെ നിന്നെ കൊല്ലുകയും ചെയ്യും. ഒരു കല്യാണം കഴിക്കാനോ മക്കളെ പ്രസവിക്കാനോ യോഗമില്ല. അതിന് യോഗമുള്ളവരെ അനുവദിക്കത്തുമില്ല. എന്താ അടുത്ത പകയെ ഒടുങ്ങാത്ത അസൂയ ഇവക്ക്. എന്ത് നീച പ്രവർത്തി! ഗർഭപാത്രത്തിൽ വെച്ച് പോലും കുഞ്ഞിനെ കൊല്ലാൻ മടിക്കാത്ത പാപിയ ഇവള്. മനോജ്, ഇവരിവിടെ ഉള്ളിടത്തോളം കാലം ഈ കുടുംബം രക്ഷപ്പെടില്ല. ആരും രക്ഷപ്പെടില്ല. മാറ്.
സുരേഷേട്ടാ. ആ നടക്ക്. അച്ഛ, അമ്മ, നിങ്ങൾക്കൊന്നും പറയാനില്ല. മോളെ, ഒരു കുഞ്ഞിന്റെ കളിയും ചിരിയും നിറയേണ്ട വീട്ടിലാ ശാപത്തിന്റെ കരുനിഴൽ വീണത്. അനുഭവിക്കാൻ അമ്മ, അതൊന്നും അല്ല മോളെ പ്രശ്നം. നീ ആ കുറ്റക്കാരി. സത്യത്തിന് മുകളിൽ ഹരിതയുടെയും മനോജിന്റെയും മനസ്സിൽ നിനക്ക് ആ സ്ഥാനം ഉള്ളത്. പക്ഷെ പെറ്റ വയറിന് എന്റെ മോളെ തള്ളി പറയാൻ പറ്റുമോ? ഈശ്വരാ, എന്റെ വിധി ഇതായി പോയല്ലോ. ശാപം പിടിച്ചൊരു ജന്മായി പോയല്ലോ മോളെ. മോളെ, അച്ഛമ്മ, എവിടെയോ എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ദൈവം തെളിയിക്കട്ടെ. എന്റെ ചോറ്റാനിക്കരി അമ്മേ, എന്റെ കൊച്ചിന്റെ ഈ ഗതികേട് നീ തന്നെ സത്യം തെളിയിച്ചു തരണേ. നീ തന്നെ സത്യം തെളിയിച്ചു തരണം. വിനുവേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.